CPIM സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിക്കാത്തതിൽ എ പത്മകുമാർ പരസ്യ പ്രതിഷേധം ഉയർത്തതിന് പിന്നാലെ CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ചേരുകയാണ്. യോഗത്തിൽ എ പത്മകുമാർ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ എ പത്മകുമാറുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയാകില്ലെന്നാണ് ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാമിന്റെ പ്രതികരണം. ഇന്ന് ഉപരികമ്മിറ്റിയിൽ നിന്ന് നേതാക്കന്മാർ പങ്കെടുക്കാനുള്ള സാധ്യതയില്ല. പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടില്ല. പങ്കെടുക്കുകയാണെങ്കിൽ ആ വിഷയം ഉൾപ്പെടെ സംഘടനാപരമായി ചർച്ച ചെയ്യും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചുമതലപ്പെടുത്തുന്ന നേതാക്കന്മാരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും. അങ്ങനെ ആരെങ്കിലും പങ്കെടുക്കുന്നതായിട്ട് അറിയിച്ചിട്ടില്ല. ഇതേ സംബന്ധിച്ചിടത്തോളം അറിയിച്ചിട്ടില്ല. വിവരങ്ങളെല്ലാം നമ്മൾ സംസ്ഥാന സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. എല്ലാം ജില്ലാ സെക്രട്ടറിയോട് ചോദിക്കാനായിരുന്നു എ പത്മകുമാറിന്റെ മറുപടി. എനിക്കറിഞ്ഞൂടാ. ഞാൻ കമ്മിറ്റിക്ക് ഒന്നുമല്ല, എനിക്കറിഞ്ഞൂടാ. അത് പാർട്ടി സെക്രട്ടറിയോട് ചോദിക്കല്ല, എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? പാർട്ടി സെക്രട്ടറി ചോദിക്കുക. എ വി ജയശങ്കർ വിവരങ്ങൾ ചേരുന്നു. ജയശങ്കർ, ഈ ചതി, വഞ്ചന, അവഹേളന 52 വർഷത്തെ ബാക്കി പത്രം എന്ന ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെയും പരസ്യപ്രതികരണം നടത്തിക്കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന് അതൃപ്തി പറഞ്ഞുകൊണ്ടേയിരുന്നതാണ്. അതിനുശേഷം ഓൺ എ ഫൈൻ ഡേ എല്ലാം സ്റ്റോപ്പാക്കിയെങ്കിലും അപ്പോൾ ഈ കഴിഞ്ഞ കുറേ ആക്ടിവിറ്റി ഉണ്ടല്ലോ, അതിൽ നടപടി ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റുമോ ഇപ്പോൾ ജയശങ്കർ? ആശ്മി, CPM ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം ഇന്ന് നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച ജില്ലാ കമ്മിറ്റി യോഗമാണ് ഇന്ന് നടക്കുന്നത്. അജണ്ടകൾ നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു. അതായത് CPM ചില സമരപരിപാടികളും അതിൻ്റെ കൂടിയാലോചനകളൊക്കെ ആയിരുന്നു ഇന്നത്തെ യോഗത്തിൻ്റെ അജണ്ട. എന്തായാലും ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും അംഗം ഈ ഒരു വിഷയം പത്മകുമാർ നടത്തിയ വിവാദ പരാമർശങ്ങൾ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ മാത്രം ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടത്തും. പക്ഷേ ഒരു തീരുമാനത്തിലേക്കൊന്നും ഈ യോഗം കടക്കില്ല. സംസ്ഥാന നേതാക്കളുടെ ഒരു സാന്നിധ്യത്തിൽ അവർ കൂടി കേട്ടുകൊണ്ടായിരിക്കും ഈ വിഷയം എന്തായാലും ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യുക എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഈ യോഗം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. യോഗത്തിൽ പത്മകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും രാജു അബ്രഹാം ഈ യോഗത്തിന് പോകുന്ന ഘട്ടത്തിൽ പറഞ്ഞത് കാര്യങ്ങളെല്ലാം തന്നെ സംസ്ഥാന സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ഈ വിഷയം യോഗം ചർച്ച ചെയ്യില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ പത്മകുമാർ രാവിലെ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരണം തേടിയപ്പോൾ എല്ലാം ജില്ലാ സെക്രട്ടറിയോട് ചോദിക്കാനാണ് എന്തായാലും പറഞ്ഞത്. ഈ യോഗം പുരോഗമിക്കുകയാണ്. യോഗശേഷം അറിയാം ഈ യോഗത്തിൽ ഏതെങ്കിലും അംഗം ഇതുമായി ബന്ധപ്പെട്ട് പത്മകുമാറിൻ്റെ വിവാദ പരാമർശങ്ങളെക്കുറിച്ച് പരാമർശം നടത്തിയോ, ആ വിഷയം യോഗത്തിൽ വന്ന ഉൾപ്പെടെയുള്ള വിവരങ്ങൾ എന്തായാലും യോഗം പൂർത്തിയായതിനു ശേഷം മാത്രമേ അറിയൂ. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ഈ വിഷയം ഒരു അജണ്ടയായി ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു നടപടിക്കും സാധ്യതയില്ല. ഏറെക്കുറെ CPM നിന്ന് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് CPMൻ്റെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ ശേഷമായിരിക്കും ഈ വിഷയം പാർട്ടി പരിഗണനയ്ക്കെടുക്കുക. അതിനുശേഷം പത്മകുമാർ തെറ്റുകൾ ഏറ്റുപറഞ്ഞെങ്കിൽ പോലും സംഘടനാപരമായി ഒരു കേഡറിൻ്റെ ഭാഗത്ത് അച്ചടക്ക ലംഘനം ഉണ്ടായിട്ടുണ്ട്. അക്കാര്യത്തിൽ പാർട്ടി പരിശോധിച്ച് ഏതെങ്കിലും തരത്തിലുള്ളൊരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. എന്തായാലും ആ നടപടിക്കായി പാർട്ടി കോൺഗ്രസ് കഴിയുന്നവരെ ഏറെക്കുറെ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ഈ യോഗത്തിൽ ഈ വിഷയം ചർച്ചയായോ മറ്റു വിവരങ്ങളെല്ലാം തന്നെ യോഗശേഷമായിരിക്കും ആശ്മി നമുക്ക് അറിയിക്കാനാകുക. ഓക്കെ, എ വി ജയശങ്കറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. CPMൻ്റെ ഒരു നടപ്പ് രീതിയിൽ വെച്ച് അത്രത്തോളം പരസ്യമായ പ്രതിഷേധമൊക്കെ രേഖപ്പെടുത്തിയ എ പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാവില്ല എന്ന് പറയാൻ കഴിയില്ല. എന്തായാലും കേന്ദ്ര AK ബാലനൊക്കെ വിളിച്ചതൊക്കെയാണ്. അപ്പോൾ എന്താകും ഇടപെടൽ, ഏതെങ്കിലും തരത്തിൽ ഇളവ് പത്മകുമാറിനുണ്ടോ നടപടിയുടെ കാര്യത്തിൽ എന്നൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിലും ദിവസങ്ങളിലും ഒക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്.